രാവിലത്തെ ക്ലീനിങ് വീഡിയോ ആണേ. മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാണ് ഞാൻ വീട് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ആണേ. എന്നും എനിക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാറില്ല. പിന്നെ അവർ പോയി കഴിയുമ്പോഴാണ് കുറച്ച് ഫ്രീ ആകുന്നത്. അപ്പം ആ സമയത്ത് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാണ് മിക്കവാറും ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ചില സമയത്ത് എനിക്ക് അരച്ച് കഴിയുമ്പം ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാറില്ലേ. അപ്പം ഞാൻ ഉച്ച സമയത്ത് ക്ലീൻ ചെയ്യുമ്പോഴാണ് മിക്സിയുടെ ജാറും മിക്സിയൊക്കെ വൃത്തിയാക്കുന്നത്. സമയം കിട്ടാറില്ല, ബിസിയാണ്. ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പാചകം അമ്മായിയമ്മയാണ് ചെയ്യുന്നത്. പിന്നെ മുറ്റമടിക്കലും തുണി നനയ്ക്കലും ക്ലീനിങ്ങും ഒക്കെ അതെനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. ഇതുപോലെ അടുപ്പിൻ്റെ ഭാഗം, ഇത് കിച്ചൺ, ഇത് അടുപ്പിൻ്റെ സൈഡ് ഭാഗമാണ്. ഇവിടെയൊക്കെ ചെറിയ പൊടികളുമൊക്കെ ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും പൊടി ഗ്യാസിൻ്റെ അവിടെ എല്ലാം വീഴും. അതിങ്ങനെ ചെറുതായിട്ട് വെള്ളം തൊട്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് ടോപ്പ് ഇതുപോലെ വെള്ളം തൊട്ട് നനച്ച് തുടച്ച് വൃത്തിയാക്കേണ്ട. ഇത് മുഴുവൻ അഴുക്കാണ്. ഇതിനിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കും. എത്ര ശ്രദ്ധിച്ചാലും ഇതിലൊന്നെങ്കിൽ ചായ തിളച്ച് തൂവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഴുകയൊക്കെ ചെയ്യും, പൊടികളുമൊക്കെ. എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ധൃതി പിടിച്ചെല്ലാം റെഡിയാക്കുന്നത്. വൈകിട്ട് ചില സമയത്ത് 8:30 ആകുമ്പോൾ പോകണം. റൊട്ടേറ്റ് ചെയ്താണ് വണ്ടി വരുന്നത്. അപ്പോൾ ഓരോ ആഴ്ച അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ആഴ്ച വൈകിട്ട് നേരത്തെ ആയിരുന്നു വണ്ടി. 8:30 ആയപ്പോഴത്തേനും മോള് പോയി. അപ്പോൾ അവർ പോയിട്ടാണ് ഈ പണിയെല്ലാം ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കും. ഇതിലെല്ലാം അഴുക്കാണ്. ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നതാണ് ഗ്ലാസ് എപ്പോഴും. അല്ലെങ്കിൽ ഇവിടെ അണ്ണൻ വഴക്ക് പറയും. മിക്കവാറും ഞാൻ പാചകം എല്ലാം കഴിഞ്ഞ് കഴിയുന്നുടനെ നനഞ്ഞ തുണി വല്ലതും ഇട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കും. ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം പൊടിയും കറിയുടെ ചാറും ഒക്കെ കാണും മിക്കവാറും. അപ്പോൾ അതിങ്ങനെ സൈഡിലിങ്ങനെ വൃത്തിയാക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ നോബ് ഇത് മേടിച്ചിട്ട് ഒത്തിരി നാളായില്ലേ. ഇത് പുതിയതാണേ. ഞാൻ പഴയ ഗ്യാസ് സ്റ്റവ് മാറ്റിയിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ ഗ്ലാസ് ടോപ്പില്ലേ, അത് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, പുതിയതായിരിക്കുന്നുണ്ട്, ക്ലീനാണ്. ഇതാണ് ഞങ്ങളുടെ അടുക്കളയിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. പെയിൻ്റ് അടിക്കാനുമൊക്കെ ഉണ്ട് അടുക്കളയിൽ. ഒരുപാട് പണികളുണ്ട്. വലിയ വീടൊന്നും അല്ല, കൊച്ചൊരു വീടാണ്. നല്ല പണിയായത്.